അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും സ്കൂട്ടർ വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ട ആക്റ്റീവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. 2024 ജനുവരിയിലെ ഏറ്റവും പുതിയ മോഡലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ അരിമങ്ങി ഹോണ്ട ഷോറൂമാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടയുടെ എന്ത് വണ്ടി എടുക്കണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്തു. നല്ല അടിപൊളി സർവീസാണ്, ഫുൾ സപ്പോർട്ട് ചെയ്തുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മാറ്റ് ഗ്രേ കളറുള്ള ഒരു അടിപൊളി പുതിയ ലേറ്റസ്റ്റ് മോഡൽ 2024 OBD to E20 സപ്പോർട്ടറായിട്ടുള്ള ഹോണ്ട ആക്റ്റീവ മോഡലാണ്. ഇതിന് 4 വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാൻഡിൽ കവർ വരുന്നത്. ഹാൻഡിൽ കവർ വരുമ്പോൾ അതിൽ ഹെഡ്ലൈറ്റും 2 ഇൻഡിക്കേറ്റേഴ്സും സൈഡ് വ്യൂ മിറേഴ്സുമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഹെഡ്ലൈറ്റ് പറയുമ്പോൾ ഇതിൻ്റെ ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ നെറ്റിയിൽ ഫുള്ള് ക്രോം ബാഡ്ജിങ് വരുന്നുണ്ട്, ഒരു ലക്ഷറി പ്രീമിയം ലുക്ക് വരാനായിട്ട്. പിന്നെ ലൈറ്റ്സ് ഹാലജൻ ബൾബെല്ലാം മാറി നിൽക്കുകയാണ്. ഇപ്പോൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. നല്ല വൈറ്റ് ലൈറ്റ് ആയിരിക്കും, ബൾബെല്ലാം നല്ല ഡ്യൂറബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫെൻഡർ കവർ പറയുകയാണെങ്കിൽ ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. കൂടാതെ താഴെ മാറ്റ് ബ്ലാക്കിലായിട്ട് എയർ പാസിങ്ങിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ഇത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു മാറ്റ് ഗ്രേ കളറാണ്. ഇപ്പോൾ നല്ല റണ്ണിങ് ഉള്ള കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. കമ്പനി പറയുന്നത് എന്താ പറയുക, ഇതിന് മുന്നിറങ്ങിയ മോഡലിനേക്കാളും സസ്പെൻഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ MRFൻ്റെ C8ൻ്റെ ടയേഴ്സാണ് കമ്പനിക്ക് വരുന്നത്. ഇതിൻ്റെ സൈസ് പറയുന്നത് 90 12 ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിന് വരുന്നത്. റിം സൈസ് വരുന്നത് 12 ഇഞ്ച് തന്നെയാണ്. ഇനി ഇതിൻ്റെ മെറ്റൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഫ്രണ്ട് ഫെൻഡർ, അതായത് മഡ് ഗാർഡ് വരുന്നത് ഹാർഡ് മെറ്റലാണ്. അതുകൂടാതെ സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ റബ്ബറിൻ്റെ ഗാർഡും വെച്ചിട്ടുണ്ട്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ കേബിളാണ് അതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 2024 മോഡൽ വരുമ്പോൾ ആ മെറ്റീരിയൽസ്, ഇപ്പോൾ റബ്ബർ ആയാലും ലിവേഴ്സ് എല്ലാം ഹെവി ക്വാളിറ്റിയാണ്. അതിൻ്റെ പാറ്റേൺ വരെ അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സെൽഫ് സ്റ്റാർട്ടും കൂടിയാണ് കണ്ടത്. ഈ കാണുന്നതാണ് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ആ കീ സ്വിച്ചാണ് അതിന് തൊട്ട് മുകളിൽ കണ്ടത്. നല്ലപോലെ വലിപ്പമുള്ള ഫുള്ളി അനലോഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മീറ്ററാണ് ആക്റ്റീവയ്ക്ക് പുതിയതായിട്ട് വരുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ഗേജ് ആണ് താഴെ കാണുന്നത്, മേളിൽ സ്പീഡോമീറ്റർ വരും. പിന്നെ ഇൻഡിക്കേറ്ററിന് നോട്ടിഫിക്കേഷൻ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഡിമ്മ് ബ്രൈറ്റ് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മീറ്റർ കൺസോളിൽ ഇൻക്ലൂഡ്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്ക്വയറിൽ നല്ലൊരു ആക്റ്റീവയുടെ ബാഡ്ജിങ്ങും സ്കൂട്ടറിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടാം. ഡിമ്മ് ബ്രൈറ്റും പാസും കൂടി ഒറ്റ സ്വിച്ചിലാണ് വരുന്നത്. പിന്നെ കൂടി ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണ്ട സ്വിച്ച്. ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ച് അതെല്ലാം മാറിയിട്ട് നല്ല രസമുണ്ട്, നല്ല ഗ്രിപ്പുണ്ട് നല്ലപോലെ. ഇതൊരു 3 കിലോളം നമുക്ക് വെയിറ്റ് ഈ ആ ഒറ്റ ഹുക്കിൽ നമുക്ക് താങ്ങാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ വരുമ്പോൾ വേണ്ട ഇതുപോലെയാണ് സൈഡ് വ്യൂ വരുന്നത്. മാറ്റ് ഗ്രേ കളറാണ് വരുന്നത്. സീറ്റും അതിൻ്റെ താഴെ പോർഷനെല്ലാം മാറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും വരിക. പ്ലാറ്റ്ഫോം സൈസ് ഞാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ, വളരെയധികം സൈസുള്ളതാണ്. ഗ്യാസ് സിലിണ്ടറൊക്കെ സുഖമായിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. 171 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ കേരളത്തിലെ റോഡുകളിലൊന്നും അടിയിടിക്കുക അങ്ങനെ ഒരു വിഷയവും വരില്ല. പിന്നെ സൈലൻസർ വരുന്ന മാറ്റ് ബ്ലാക്ക് കളറാണ്. അതിന് മാറ്റ് ബ്ലാക്ക് കളറിലൊരു ഫൈബറിൽ അടിപൊളി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവയുടെ 3D എംബ്ലം വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട, ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്താൽ അത് ഓപ്പണായി വരും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ബാക്ക് ടെയിൽ ലാമ്പ് വന്നത് ഹാലജൻ ബൾബ്സ് ആണ്. പിന്നെ നല്ല നീട്ടത്തിലും വലുപ്പത്തിലുള്ളൊരു അടിപൊളി ബാക്ക് റിയർ മഡ് ഗാർഡും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് സിൽവർ കളറിലുള്ള അടിപൊളി റിയർ ഗ്രാബിലയിൽ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ആക്റ്റീവയുടെ 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ വലിപ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 765 mm ആണ് സീറ്റ് വലിപ്പം വരുന്നത്. സ്റ്റോറേജും അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത് 5.3 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 48 52 ഇടയിൽ അടിപൊളി മൈലേജ് കിട്ടും. അതാണ് സീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്കറിയാലോ. 109 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. 7.68 bhp പവർ വരും. 8.79 Nm ആണ് വണ്ടിയുടെ ടോർക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ പുതിയ ESP ടെക്നോളജി വരുന്നുണ്ട്, കുറച്ചുകൂടി പവർ നമുക്ക് ഫീൽ ചെയ്യും. ബാക്ക് ടയർ വരുന്നത് ട്യൂബ്ലെസ് തന്നെയാണ്. അതാകുമ്പോൾ വീതി ഇത്തിരി കുറയും. ഫ്രണ്ടിൽ 12 വരുമ്പോൾ ബാക്കിൽ 10 ടയർ വരുന്നത്. സെയിം MRFൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെ ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ അടിപൊളി കളറാണ്, മാറ്റ് ഗ്രേ കളർ. എന്തോരം വെയിലടിച്ചാലും എന്തോരം മഴ കൊണ്ടാലും ഒരു വിഷയമില്ല, ഈ കളർ എപ്പോഴും അതുപോലെ തന്നെ കിട്ടും. 2 പാസഞ്ചേഴ്സിന് സുന്ദരമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. നല്ല വലിപ്പമുള്ള വീതിയുള്ള അടിപൊളി സീറ്റാണ് ഹോണ്ട ആക്റ്റീവ് വരുന്നത്. പ്ലാറ്റ്ഫോം സൈസും നല്ല പോലെയുണ്ട്. ഏകദേശം 1260 ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ആകെ 107 കിലോയെ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ചേച്ചിമാർക്കായാലും ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്കായാലും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായാലും ഒക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നൊരു വാഹനമാണ് ആക്റ്റീവ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലപോലെ സർവീസ് കിട്ടുന്നൊരു ഹോണ്ട ബ്രാൻഡിൻ്റെ ഒരു നമ്മുടെ ഇടയിൽ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവരൊരു സ്ഥാനം ഉറപ്പിച്ച വാഹനങ്ങളിൽ സ്കൂട്ടറുകളിലൊന്നാണ് ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര യൂസ് ചെയ്തിട്ട് എത്ര ചവിട്ടിപ്പൊളിച്ച്
ഉപയോഗിച്ചാലും വാഹനത്തിന് എഞ്ചിനോ കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജും വരില്ല. അപ്പോൾ ആ ഒരു സാധനം ഗ്യാരണ്ടിയാണ്. അത് ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. പിന്നെ എപ്പോൾ കൊടുത്താലും വലിയ മാറ്റങ്ങളില്ല, നല്ലൊരു റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് ഹോണ്ട ആക്റ്റീവയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയാം ഫൈനലി. ഓക്കെ, ഇത് 98,000 രൂപ തൊട്ട് ഇപ്പോൾ ഓൺ റോഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 വേരിയൻറ്റ് വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക്, ഡ്രം ബ്രേക്ക് വരുന്ന വേരിയൻ്റ് ഉണ്ട്, സ്മാർട്ട് കീ വരുന്നത്, എച്ച് സ്മാർട്ട് കീ വരുന്നുണ്ട്. അപ്പോൾ 4 വേരിയൻറ്റ് വരുന്നുണ്ട്. 98,000 തൊട്ട് 1,05,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസസ് വരുന്നത്, പ്രൈസ് ഡീറ്റെയിൽസ് ആ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും അരുഭംഗി ഹോണ്ടയിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് എന്തായാലും നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പിന്നെ മറ്റൊരു കാര്യം, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. കേരളത്തിൽ ഇറങ്ങുന്ന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും മോട്ടോർ സൈക്കിൾസിൻ്റെയും വീഡിയോസും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡെയിലി വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.